വാക്കുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? കുറച്ചും കൂടി ആശ്വാസവും ഒരു പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് ഇന്നത്തെ ഗോസ്പൽ പാസേജ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ. മരണാനന്തര ശുശ്രൂഷയുടെ ദിവ്യബലിയിൽ ഈ ഗോസ്പൽ പാസേജാണ് വായിക്കുന്നത്. ഏറ്റവും അധികം വായിക്കാൻ ഒത്തിരി ഓപ്ഷൻസ് ആ കുർബാനയ്ക്ക് വായിക്കാനുണ്ടെങ്കിലും ഗോസ്പൽ പാസേജായിട്ട് എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്കുകളാണ്. കാരണം ഇതിൽ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് വളരെ മനോഹരമായ ഉത്തരം നൽകുന്നുണ്ട്. നമുക്കൊക്കെ ഇങ്ങനൊരു വാക്കുകൂടി ലഭിച്ചു എന്നുള്ളതാണ് വലിയൊരു പ്രത്യാശ. മരണത്തിന് ശേഷം നമുക്കൊക്കെ പോകാനൊരിടമുണ്ട്, കാത്തിരിക്കാൻ ഒരാളുണ്ട്. അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതം ഭൂമിയേക്കാൾ സുന്ദരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന വചനഭാഗങ്ങളാണ് ഇത്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവും ആ പിതാവ് ഒരുക്കി വെച്ച ഒരിടവുമുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രിയമുള്ളവരെ, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് പുനരുത്ഥാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായി കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ്. അവിടെ നമുക്ക് വേണ്ടി നമ്മുടെ പിതാവുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനൊരു ജീവിതമുണ്ട് എന്ന ഉറപ്പില്ലാതെ ജീവിക്കുന്ന കുറേ മനുഷ്യർ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇങ്ങനെ വലിയൊരു ഉറപ്പില്ലാതെ പോയ കുറേ മനുഷ്യർ ചുറ്റുമുള്ളപ്പോൾ അപ്പുറത്തേക്കുള്ള ജീവിതം എങ്ങനെ ഒരു കാത്തിരിപ്പായി മാറും? ഈ ഭൂമിയുടെ നൈമിഷികമായ യാത്രക്കിടയിൽ എന്നേക്കുമായുള്ള എത്തിച്ചേരലാണ് സ്വർഗീയ ജീവിതമെന്ന് ഉറപ്പുണ്ടാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ചാർവാക ഫിലോസഫിയിൽ ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. തിന്നുകുടിച്ച് സന്തോഷിച്ച് ജീവിക്കുക, കാരണം നാളെ എന്നൊരു ജീവിതമില്ല. ഇങ്ങനെ ഒരു ചിന്ത പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് പലരുടെയും ജീവിതത്തിൽ. ഉള്ളിൽ സൂക്ഷിക്കേണ്ട നന്മയും വിശ്വാസവും സത്യവും ബോധ്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഇന്നത്തെ രാവിലെയും പകലിനെയും വെറുമൊരു ശരീരത്തിൻ്റെ ആഘോഷമാക്കി മാത്രം മാറ്റുന്ന മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾക്ക് കുറച്ചും കൂടി പ്രസക്തിയുണ്ട്. നിങ്ങളുടെ ഹൃദയമൊന്നും അസ്വസ്ഥമാകരുത്. ഇന്ന് പലതിനെയും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, സഹനത്തെ ഓർത്ത്, ജീവിതത്തിൻ്റെ വേദനകളെ ഓർത്ത്, കണ്ണുനീരിനെ ഓർത്തൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. കാരണം നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നിലാണ്, പിതാവിലാണ്, ഒരു ദൈവമുണ്ട് എന്നുള്ള ഉറപ്പിലാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം സജ്ജമാക്കി കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ഇങ്ങനെ ഒരു പിതാവുണ്ട് എന്നുള്ള ഉറപ്പിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കണ്ണീരൊക്കെ ആനന്ദമാണ്, സങ്കടങ്ങളൊക്കെ സന്തോഷമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.